ഇന്നത്തെ എനർജി എന്തായിരിക്കുമെന്ന് നോക്കാം. നിങ്ങൾ കറേജിയസ് ആയിട്ട് ഇരിക്കേണ്ട ദിവസമാണ്. ധൈര്യത്തോടെ പ്രതിസന്ധികളെ നേരിട്ട് മുന്നേറാൻ തയ്യാറെടുത്തിരിക്കേണ്ട ദിവസമാണ്. ഇന്ന് നിങ്ങൾക്ക് അബണ്ടൻസിൻ്റെ ഗ്രോത്തിൻ്റെ നിറമായ പച്ച, പ്യൂരിറ്റിയുടെ നിറമായ വെള്ള, അബണ്ടൻസിൻ്റെ തന്നെ നിറമായ മഞ്ഞ, ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാവുന്നതാണ്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ചില കറികളോ പച്ചക്കറികൾ കഴിക്കാവുന്നതാണ്. മഞ്ഞ നിറത്തിലുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ 7 ചക്രകളെ ബാലൻസ് ചെയ്യുന്നതിനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യുന്ന നിറങ്ങളാണ്. നിങ്ങളുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിറങ്ങളാണ്. നാളെ യൂസ് ചെയ്യാൻ നന്നായിരിക്കും. നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ചും റെഡും യെല്ലോ നിറങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന. പിന്നെ നിങ്ങൾക്ക് ധ്യാനത്തിലിരിക്കാം, പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. നാളത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാം. അമ്പലങ്ങളിൽ പോകാം, പള്ളി, മോസ്ക് എവിടെ വേണമെങ്കിലും പോവാം, സ്വന്തമായി പ്രാർത്ഥിക്കാം, മൗനത്തിലിരിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുവിൻ്റെ അടുത്ത് ഉപദേശം തേടാവുന്നതാണ് നാളെ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാവും, പക്ഷേ അതിൽ നിന്ന് കരകയറാനുള്ള എല്ലാ സഹായവും ലഭിക്കുന്നതാണ്. ഏത് വിധത്തിലുള്ള ഗൈഡൻസും സ്വീകരിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പ്രകൃതിയിൽ നിന്നോ ബുക്കുകളിൽ നിന്നോ നിങ്ങൾക്ക് സഹായമായിട്ടുള്ള അറിവുകൾ ലഭിക്കുന്നതാണ്. ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്കത് സൂചനകളായി എടുത്ത് അതിലൂടെ മുന്നേറാവുന്നതാണ്. നിങ്ങളുടെ സംസാരവും മിതമായിരിക്കാനും വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിനെ ഹീൽ ചെയ്ത് നിൽക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വികാരങ്ങളെയെല്ലാം നിയന്ത്രിച്ച് ഒരു ദീർഘശ്വാസം എടുത്തിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുക. പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയിക്കുന്ന ഒരു എനർജിയാണ്.